മലയാളത്തിലെ യുവ സംവിധായകരിൽ ഏറ്റവും പ്രസിദ്ധനായ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. വിഷുവിന് റിലീസ് ചെയ്തു. ആദ്യ ദിവസം തന്നെ സിനിമ കണ്ടു. യുവാക്കളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, സിനിമയുടെ പിന്നണിയിൽ എല്ലാവരും തന്നെ അത്തരം യുവാക്കളാണ്. മുൻനിരയിൽ നിൽക്കുന്നവരും അഭിനയിക്കുന്നവരൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പക്ഷേ ഇനി വരും കാലത്ത് മുതൽക്കൂട്ടാകാവുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. നെസ്ലൻ അതിലൊരു ശരിക്കും നമ്മുടെ ഒരു ഭാവി വാഗ്ദാനം കൂടിയാണ്. നെസ്ലൻ വ്യത്യസ്തമായ റോള്. ഇതുവരെ നമുക്ക് ഒരു ചോക്ലേറ്റ് നായകൻ എന്നുള്ള രീതിയിലാണ് നെസ്ലനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടി എന്താ പറയുക, സീരിയസ് ആയ ഒരു ബോക്സറുടെ ഒരു ചേഷ്ടകളും അല്ലെങ്കിൽ ശരീര ആകാരമൊക്കെ സ്വായത്തമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണപതിയുടെ ഒരു മേക്ക് ഓവർ ഗംഭീരമാണ്. അതുപോലെ അതിനകത്ത് 4-5 പേര് വേറെയുമുണ്ട്. നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഇവൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, അവന് ചെറുത് എന്നുള്ളൊരു ക്യാരക്ടറാണ്, ഗംഭീര പെർഫോമൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ വലുത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവരൊക്കെ തങ്ങൾക്ക് കിട്ടിയ റോള് അതിഗംഭീരമാക്കിയിട്ടുള്ള ചെറുപ്പക്കാരാണ്. ശരിക്കും നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് സമ്പന്നരായ ഒരുപാട് ആളുകൾ, ഒരുപാട് യുവാക്കൾ വരുന്നു എന്നൊരു തെളിവാണ് ഇതിനകത്ത് പറയാനുള്ളത്. മറ്റൊന്ന് ഖാലിദ് റഹ്മാൻ്റെ കോൺഫിഡൻസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഥ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ മേക്ക് ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. മാത്രമല്ല അത് മേക്ക് ചെയ്ത് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ആ കോൺഫിഡൻസിന് കൊടുക്കണം കയ്യടി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങും എടുത്തു പറയേണ്ടതാണ്. ചിംഷി ഖാലിദ് ക്യാമറ കൊണ്ട് ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ ബോക്സിങ്, സെക്കൻഡ് ഹാഫിലൊക്കെ ബോക്സിങ് റിങ്ങിലാണ് ക്യാമറ ഉള്ളത്. ആ ബോക്സിങ് റിങ്ങിൽ ഓരോ ഇടിയും ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത് സ്ക്രീനിൽ നിന്ന് നമുക്ക് ഒരു പഞ്ചായിട്ട് കിട്ടുന്ന രീതിയിൽ ഓടി നടന്ന് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള ചിംഷി ഖാലിദ്. അദ്ദേഹം ഈ സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്നത് ക്യാമറ കൊണ്ട് അദ്ദേഹം ചെയ്ത വർക്ക് തന്നെയാണ്. മറ്റൊന്ന് എഡിറ്റർ, അല്ലാതെ അടിപൊളി കട്ടുകൾ ചെയ്തു വെച്ചിരിക്കണം. അങ്ങനെ ആ കട്ടുകളാണ് സിനിമയുടെ വലിയൊരു വിജയമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഖാലിദ് റഹ്മാൻ കണ്ട രീതിയിലേക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ എഡിറ്റർ ഇതിനെ വർക്ക് ചെയ്ത് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വേർഷൻ, നമ്മുടെ ഒരു പേഴ്സണൽ വ്യൂ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായിട്ട് എഡിറ്റർ ചെയ്തിട്ടുണ്ട്. എഡിറ്ററുടെ കൂടെ നമ്മുടെ ഖാലിദ് റഹ്മാൻ സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അദ്ദേഹം കണ്ട വ്യൂവും അതുപോലെ എഡിറ്ററുടെ ഒരു മികവും, വിഷ്ണു വിജയൻ്റെ മ്യൂസിക് ഒരുപാട് സമയത്ത് ഈ സിനിമേനെ എങ്ങനെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് ജിംഖാന. അതുകൊണ്ട് തന്നെ ജിംഖാന യുവാക്കളെ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. തിയേറ്ററിൽ പല സമയത്ത് പല മൊമെൻറ്റുകളിലും കയ്യടികളും ആർപ്പുവിളികളും വരുന്ന കുറേ മൊമെൻറ്റ്സ്, ഗൂസ് ബംസ് വരുന്ന കുറേ മൊമെൻറ്റ്സും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഒരു സിനിമയാണ്. പിന്നെ ബോറായിട്ടുള്ള ഭാഗങ്ങളില്ല, ലാഗ് അടിപ്പിക്കുന്ന ഭാഗങ്ങളില്ല, ഫാമിലിക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും തന്നെയില്ല. അങ്ങനെ പോകാവുന്ന ഒരു സിനിമ. ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഥ ഭയങ്കര ഉദ്യോഗജനകമായി മുന്നോട്ട് പോകുക അങ്ങനെ ഉള്ളൊരു കഥയൊന്നുമില്ല. വളരെ സ്ലോയിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകും. ക്ലൈമാക്സ് വരെ ഇങ്ങനെ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. ക്ലൈമാക്സിൽ എനിക്ക് പിന്നെന്താ പറയുക, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് അനാവശ്യമായ ഒരു തല്ലിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ആ തല്ല് മാത്രമാണ് എനിക്ക് അങ്ങനെ കണക്റ്റ് ആവാതെ പോയത്. അതൊട്ടും രസിച്ചില്ല എന്ന് തോന്നി. പിന്നെ ഒരു കൂട്ടത്തല്ല്, ആ തല്ലിൻ്റെ ഒരു ഭാഗവും രസവും ഇതുവരെ എടുത്തിരുന്ന ക്യാമറ കൈകാര്യം ചെയ്ത ആൾ, അതുപോലെ എഡിറ്റ് ചെയ്ത ടീമൊക്കെ തന്നെയും ചെയ്ത ഒരു വർക്കിനെ വിപരീത ഫലമുണ്ടാക്കുന്ന രീതിയിൽ ഒരടി സീൻ, അതിനൊരു ഒട്ടും വൃത്തിയില്ലാതെ ചെയ്തു എന്ന് തോന്നി. പിന്നെ ക്ലൈമാക്സ് എന്താ പറയുക, പതിഞ്ഞൊരു ക്ലൈമാക്സിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അതുവരെയുള്ള സിനിമയുടെ പോക്കെന്ന് പറയുന്നത് സൂപ്പറാണ്. നമുക്ക് കണ്ണെടുക്കാതെ കണ്ടിരിക്കാവുന്ന, ഒട്ടും മുഷിപ്പില്ലാണ്ട് സിനിമ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റ് മേമ്പൊടികളൊക്കെ, മ്യൂസിക്, കട്ട്, മറ്റെല്ലാ ഭാഗങ്ങളും ആക്ടേഴ്സൊക്കെ പഞ്ചിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും.
ഇത് ചെറിയ ചെറിയ ഭാഗത്ത് നമ്മുടെ കോട്ടയം നസീർക്ക് അടക്കം ചെറിയ ഭാഗത്തുള്ളൂ, പക്ഷെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത്തരത്തിൽ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ അല്ലാതെ OTT ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫീല് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ആ ഇടിയുടെയൊക്കെ ഒരു പഞ്ച് എത്രമാത്രം എന്നറിയും. എന്തായാലും കുറച്ച് ഹ്യൂമർ, അതുപോലെ തന്നെ കുറച്ച് പ്രണയം, അതുപോലെ കുറച്ച് അടി, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഖാലിദ് റഹ്മാൻ്റെ മറ്റൊരു മാജിക് തന്നെയാണ് ഈ സിനിമ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്യുന്നു.